അമ്മൽ ഖിലാഫിയാത്തു, അപ്പോൾ അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ പലതും ഉണ്ടല്ലോ. അല്ലത്തി, എങ്ങനത്തെ അഭിപ്രായങ്ങള്, ഉഹദിസത്ത്, അതൊക്കെ പുതുക്കപ്പെട്ടതാണ്. ഐസാരിൽ മുതാഖിറത്തി, ഇപ്പോ ഈ 4-ാം നൂറ്റാണ്ടിന്ന മുതാഖിറത്ത് മഹാൻ പറയുന്ന നൂറ്റാണ്ടില്. അപ്പൊ 4-ാം നൂറ്റാണ്ട് കാലങ്ങളിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് ഈ അഭിപ്രായങ്ങളൊക്കെ. അതിന്റെ മുമ്പ് ഈ അഭിപ്രായമൊന്നും ഇല്ല. എന്നിട്ടോ അബ്ദ ഫീഹി ഫീഹ, അല്ലെങ്കിൽ ഉബ്ദിഅ ഫീഹ, ഈ നൂറ്റാണ്ടുകളിൽ പുതുക്കപ്പെട്ടിരിക്കുന്നു. മിനത് തഹ്രീറാത്തി വത്തസ്നീഫാത്തി വൽ മുജാദലാത്തി, തഹരീറാത്തുകൾ വേണ്ടതുപോലൊക്കെ റെഡിയാക്കി വെക്കുക. തസ്നീഫാത്ത്, കുറെ രചിക്കപ്പെട്ട കിതാബുകൾ ഉണ്ടാക്കുക. വൽ മുജാദലാത്തി, കുറെ തർക്കങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെ അങ്ങനെ ഓരോ തഹരീറാത്തും തസ്നീഫാത്തും മുജാദലാത്തുകളും ഈ നൂറ്റാണ്ടുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നിനെ അങ്ങനത്തെ ഒന്ന് ലം യുഅദ് മിസ്ലുഹ, നമ്മൾ ഈ പറഞ്ഞ ഖിലാഫിയാത്തുകളൊന്നും അറിയപ്പെട്ടിട്ടില്ല. ഫിസ്സലഫി, കഴിഞ്ഞുപോയ സലഫുകാല കാലങ്ങളിലൊന്നും. മഹാന്മാരൊരുപാട് നൂറ്റാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അക്കാലഘട്ടങ്ങളിലൊന്നും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന തഹരീറാത്തുകളോ തർക്കങ്ങളോ കേടുകളോ ഗ്രന്ഥം ഉണ്ടാക്കിയാണ്ട് ഭിന്നിപ്പുണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളൊന്നും അന്നുണ്ടായിട്ടില്ല. ഒക്കെ പുതിയതാണ്. അതുകൊണ്ട് പറയട്ടെ, നീ നല്ലോണം സൂക്ഷിച്ചോ. ഈ പറഞ്ഞ ഖിലാഫിയാത്തിന്റെ ചുറ്റുവട്ടത്തിൽ കൂടെ നീ ഇങ്ങനെ നടക്കും. അങ്ങനെ ചുറ്റിപ്പറഞ്ഞ് നടക്കും. അങ്ങനെ നടക്കല്ല, നല്ലോണം ശ്രദ്ധിച്ചോ, പെട്ടുപോകും. വജിതനിബിഹ, ഈ പറയുന്ന എല്ലാ ഖിലാഫിയാത്തും അഭിപ്രായ ഭിന്നതകളൊക്കെ ഒഴിവാക്കിക്കള. ഇജ്തിനാബ സുമ്മുൽ ഖാത്തിലി, വിഷം, അത് കുടിച്ചാൽ മരിച്ചു പോകും. അപ്പോ ആത്മാവിനെ കൊന്നുകളയുന്ന വിഷമുണ്ട്. ആത്മാവിനെ പറഞ്ഞാൽ ആത്മാവ് ദേഹത്തുനിന്ന് പോകും. അങ്ങനെ കൊന്നുകളയാൻ പറ്റുന്ന വിധത്തിലുള്ള വിഷങ്ങൾ എങ്ങനെ മനുഷ്യൻ ഒഴിവാക്കുമോ, അതുപോലത്തെ ഒഴിവാക്കൽ ഈ അഭിപ്രായ ഭിന്നതകളൊക്കെ ഒഴിവാക്കിക്കള. അയിമ കെട്ടിമറി ജീവിക്കണ്ട. ഇന്ന് എല്ലാവർക്കും ഒരു അഭിപ്രായം ഇഷ്ടം പോലെ പറയണം. 100,000 അഭിപ്രായങ്ങളാണ്. എന്തെല്ലാനോ പറഞ്ഞുണ്ടാക്കി തീർക്കുന്നത്. തർക്കോട് തർക്കം. ഒരു വിഷയം തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയൂല. ഒരു വിഷയം വന്നാൽ അതിന്റെ തഹ്ഖീഖാത്ത് ആർക്കും വേണ്ട. അയിമങ്ങനെ കൂടി കൂടി കളിച്ചിട്ട് 100 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് പല രീതിയിലുള്ള കളികൾ. അതിൽ രചിക്കാനും പറയാനും എത്ര. ഇതൊക്കെ അപകടമാണ്. ഇതുകൊണ്ടും സത്യങ്ങൾ മനസ്സിലാകുന്നില്ല, ഒക്കെ അകന്നു പോകും. എന്നിട്ട് പറയുന്നു ഇന്നഹ, എന്താ ഇതൊക്കെ ഒഴിവാക്കാൻ പറയാൻ കാരണം, ഈ പറയുന്ന ഖിലാഫിയാത്തുകളൊക്കെ അദ്ദാഉൽ ഇളാൽ, ഒരിക്കലും ശിഫയില്ലാത്ത രോഗങ്ങളാണ്. അത് മാറ്റാൻ മാറൂല. എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമല്ല, വന്നു വെട്ടാൻ. ഉഹുവല്ലദി റദ്ദൽ ഫുഖഹാ കുല്ലുഹും, എന്നാൽ ഈ പറഞ്ഞ രോഗം ഇതിനെ ഫുഖഹാക്കളൊക്കെ റദ്ദ് ചെയ്തിട്ടുണ്ട് എല്ലാരും. ഇലാ ത്വലബിൽ മുനാഫസത്തി വൽ മുബാഹാത്തി, മുനാഫസത്ത് എന്ന് പറഞ്ഞ ഉൾനടനം, ഉജ്ബ്, കിബർ, അത് തേടുക എന്നതിലേക്ക്. വൽ മുബാഹാത്ത് എന്ന് പറഞ്ഞാൽ പവർ പറയുക, പക്ഷപാതിത്വം പിടിച്ചിട്ട് പവർ പറയുക. എന്റെ പാർട്ടി അങ്ങനെ, എന്റെ ത്വരീഖത്ത് ഇങ്ങനെ, അങ്ങനെ പവർ പറയലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ തേടുന്നതിലേക്കാണ് ഇത്തരം രോഗത്തെ ഫുഖഹാക്കൾ റദ്ദ് ചെയ്തത്. അലാമാ സയതീക, നിനക്കത് ശേഷം വരുന്നുണ്ട്. ശേഷം വരുന്നതനുസരിച്ച് തഫ്സീലു അവായിലിഹ ആഫാത്തിഹ, ഈ പറയുന്ന ഖിലാഫിയാത്തിന്റെ മുസീബത്തുകളും നശിപ്പിക്കുന്ന കാര്യങ്ങളും അതിന്റെ വിഫത്തുകളും എന്തൊക്കെയോ വരുന്നുണ്ട്. അതൊക്കെ അവിടെ വെച്ച് മനസ്സിലാക്കാം എന്ന് മഹാൻ പറയുന്നു. അപ്പൊ നമ്മളിങ്ങനെ അഭിപ്രായം തേടി നടക്കുന്ന പണിയല്ല വേണ്ടത്. സത്യം മനസ്സിലാക്കി ജീവിക്കുക എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. വഹാദൽ കലാം, ഈ പറഞ്ഞ സംസാരം, റുബ്ബമാ യുസ്മു മിൻ ഖായിലിഹി, അതാര് പറഞ്ഞോ ഈ കലാം,
ആ കലാമിൽ നിന്ന് കേൾക്കപ്പെടാൻ പറ്റും ചിലപ്പോൾ. ഇത് അങ്ങനെ കേൾക്കുമ്പോ യുഖാലു, അപ്പോ ഇങ്ങനെ കേൾക്കുമ്പോ പറയപ്പെടും അന്നാസു അഇദാഉമാ ജഹിലു, ജനങ്ങൾ വിവരമില്ലാത്ത ഏതെല്ലാം കാര്യം അതിനെക്കുറിച്ച് ശത്രുക്കൾ ഒരു പൊതുകായുധമുണ്ട്. വിവരസ്ഥൻ പറയുമ്പോൾ അതിനെ എതിർക്കുന്നവർ പറയും, എതിർക്കുന്ന ആൾക്കാരുണ്ടാവും, വിവരസ്ഥൻ പറയാം ഓരതിനെ പറ്റി വിവരമല്ല, അതുകൊണ്ട് തന്നെ എതിർക്കുക ശത്രുവാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ അഭിപ്രായമൊന്നും അറിയാത്തൊരു മനുഷ്യൻ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എതിർപ്പ് വരും. അപ്പോൾ പറയാ വിവരമില്ലാത്തതിന് ശത്രുക്കള ജനങ്ങൾ എന്ന് പറയും. ഇങ്ങനത്തെ വാക്കുകളെ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയണെന്ന് ചോദിച്ചാൽ ഫലാത്തസ്നന്ന ദാലിക, ഫലാത്തസ്നന്ന ദാലിക, സന്ന യസുന്നു എന്നല്ലേ, ഫലാത്തസുന്നന്ന ദാലിക. അപ്പൊ ഇത് എന്തുവേണ്ട, ഫലാത്തസുന്നന്ന ദാലിക എന്നാണ്. അപ്പൊ ഇത് തേടാൻ നിൽക്കണ്ട, നീ തേടണ്ട ദാലിക, അതൊന്നും ഒരിക്കലും തേടണ്ട, ഒക്കെ ഒഴിവാക്കിക്കളാന്ന്. അലൽ ഖബീർ എന്നിട്ടോ, ഖബീറിന്റെ പേരില് നല്ലോണം അറിയുന്ന ഒരാളുണ്ടല്ലോ, അയാളെ പേര് സഖത്തത്ത് നേക്കാരം, അയാളെ മേലിൽ എന്തായിക്കോ ഇതൊക്കെ വീണ് പോയിട്ടുണ്ട്, ഇത് അങ്ങനത്തെ ആളുകൾക്കേ പറ്റുള്ളൂ, എനിക്കിത് പറ്റൂല. അപ്പൊ അങ്ങനെയല്ല വളരെ അല്ലല്ലോ. അപ്പൊ അത്ര നല്ല ഹബീറായ മനുഷ്യന്മാരുണ്ട്, ഓരോരുത്ത് പോയിട്ട് ഓരോ തീരുമാനിച്ചോട്ടെ, ഇജ്ജിപ്പോ അതിനിറക്കാൻ നിൽക്കണ്ടെന്നർത്ഥം. ഫഖബൽ ഹാദിഹിൻ നസീഹ, ഈ ഒരു ഗുണത്തെ നീ സ്വീകരിച്ചോ, മിമ്മൻ ഒരുത്തനിൽ നിന്ന്. എങ്ങനത്തെ ഒരുത്തൻ, ലയ്യൽ ഉംറ, അയാൾ ആയുഷ്യാൽ ചെലവഴിച്ചിട്ടുണ്ട്, ഫീഹി, ഈ ഒരു നല്ല കാര്യത്തിൽ സമാൻ ഒരുപാട് കാലം. അങ്ങനെയുള്ള ആൾക്കാരടുത്ത് പോയി പഠിച്ചോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപദേശം കേട്ടോളാ, അല്ലാതെ ഈ ഖിലാഫിയത്തൊന്നും കേട്ട് നിൽക്കണ്ട. അപ്പൊ അരൽ ഖബീര് സഖത്താ നെയ്ക്കാരം, നീ നല്ല വിവരസ്ഥനായ ഒരാളെ എടുത്ത് പോയി വീണോന്ന് പറഞ്ഞാൽ അയാളത്ത് പോയി പഠിച്ചോ എന്നതിനർത്ഥം, അയാളെ സ്വീകരിച്ചോ. ബീഹി, അതിൽ എന്താക്കിയിട്ടുണ്ട്, അൽ അവലീന, ആദ്യത്തെ ആളെക്കാൾ അതിൽ ഇയാൾ കൂടുതലാക്കിയിട്ടുണ്ട്. തസ്നീഫൻ, എന്തിനെ, രചനയെ, തഹ്ഖീഖൻ, സ്പഷ്ടമായ കാര്യത്തെ, ജദലൻ, തർക്കത്തെ, ബയാനൻ, നല്ല വിശദീകരണം, ഇതെല്ലാം പൂർവികരെക്കാൾ നല്ലോണം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒന്നിലേക്ക്. അങ്ങനെ സുമ്മ അൽഹമഹുല്ലാഹ്, പിന്നെ അള്ളാഹു തആല അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു, റുഷ്ദഹു, അയാൾ സന്മാർഗം അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അത്ലാഹു അല ഐബി, ഐബിന്റെ മേൽ അദ്ദേഹത്തിന്റെ ന്യൂനത എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായി, ആ ന്യൂനതയുടെ മേലിൽ അള്ളാഹു അവനെ വെളിവാക്കി അറിയിച്ചു കൊടുത്തു, ഇതൊന്നും ശരിയല്ല എന്ന്. അങ്ങനെ ഹജറഹു, അദ്ദേഹം ആ തെറ്റൊക്കെ വെടിഞ്ഞു കളഞ്ഞു. എന്നിട്ട് വസ്തകലബി നഫ്സി, തന്റെ സ്വന്തം നഫ്സ് കൊണ്ട് അദ്ദേഹം ജോലിയായി നന്നാക്കി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള ആളുകളുണ്ട്, അവരടുത്ത് പോയിട്ട് നീ ഈ സതുപദേശം ഒന്ന് സ്വീകരിക്ക്, അല്ലാതെ എല്ലാ തർക്ക കിതാബ് ഓതി പഠിച്ചുകൊണ്ട് തർക്കിക്കാൻ നടക്കണ്ട, നല്ലൊരു ചിന്ത ഉണ്ടാക്കാൻ നോക്ക്, അത് നല്ല മനുഷ്യന്മാർ തേടി എത്തിക്കോ എന്നർത്ഥം. വലാ യഗുറന്നക, നിന്നെ പറ്റിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ, എന്ത്, ഖൗലു മൻ യഖൂലു, പറയുന്ന ഒരുത്തന്റെ വാക്ക്. എന്താവും പറയണത്, അൽ ഫത്വ ഇമാദു ശറഇ, ഫത്വ എന്ന് പറഞ്ഞാല് അത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കലാണ്, അതൊക്കെ ദീന നെടുംതൂണാണല്ലോ. വലാ യഅറഫു, അല്ലെങ്കിൽ വലാ യുഅറഫു ഇലലുഹു, ഈ ഫത്വക്കുള്ളതായിരിക്കുന്ന കാരണങ്ങൾ അറിയപ്പെടാൻ കഴിയില്ലല്ലോ, ഇല്ലാ ബി ഇൽമിൽ ഖിലാഫ്, ഭിന്ന അഭിപ്രായങ്ങൾ വന്നു കിടക്കുന്ന വിജ്ഞാനമുണ്ട്, ഖിലാഫിന്റെ വിജ്ഞാനം, എതിര് വിജ്ഞാനങ്ങൾ, ഭിന്ന വിജ്ഞാനങ്ങൾ, ഇങ്ങനെയുള്ള വിജ്ഞാനം കൊണ്ട് മാത്രമേ ഒരു ഫത്വന്റെ കാര്യം അറിയുള്ളൂ. അപ്പൊ ഖിലാഫ് പഠിക്കണ്ടേ എന്ന് പറയുന്നവരുണ്ട്. അത് നോക്കണ്ട, അത് നീ വഞ്ചിതനാവാൻ പോവണ്ട. കാരണം ഫഇന്ന ഇലൽ മദ്ഹബ്
കാരണം മദ്ഹബ്, ആ മദ്ഹബിനുള്ള കാരണങ്ങളൊക്കെ മധുക്കൂറത്തുൻ പറയപ്പെട്ടിട്ടുണ്ട്. എവിടെ? ഫിൽ മദ്ഹബി, മദ്ഹബിൽ പറയപ്പെട്ടിട്ടുണ്ട്. അത് സ്വീകരിച്ചാൽ മതി. പിന്നെ എന്തിനാ ഞാൻ അറിയാൻ പോണ്? സിയാദത്ത് അലിഹ, ആ മദ്ഹബിൽ പറയപ്പെട്ട കാരണത്തിന്റെ കൂടുതൽ കാരണം മുജാദലത്തുൻ, ഒരു തർക്കാണ്. മദ്ഹബിന് വേണ്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനേക്കായി അപ്പുറത്തൊരു വാദം ഉണ്ടാക്കലും കൂടുതലാക്കലൊക്കെ തർക്കങ്ങളാണ്. ലം യഅരിഫുഹ അൽ അവ്വലൂന വല സ്വഹാബത്തു, കഴിഞ്ഞു പോയ ആൾക്കാരും അവരെ കൂടെയുള്ള ആൾക്കാരും സ്വഹാബത്തും ഒന്നും മനസ്സിലാക്കാത്ത, അറിയാത്തൊരുപാട് തർക്കങ്ങൾ കൊണ്ടുവരാൻ വേണ്ട. മദ്ഹബ് അതിന്റെ വട്ടം പോലെ വന്നുകിട, അതിനുള്ള മതിയല്ലോ വന്നു. കാനു, ഈ പൂർവികന്മാരും സ്വഹാബത്തൊക്കെ അഇലമ, അവർ ഏറ്റവും അറിയുന്നവരായിരുന്നു. ഇലരിൽ ഫത്വകൾക്ക് വേണ്ട കാരണം എന്തൊക്കെ നല്ലോണം അറിയുന്നവരായിരുന്നു അവർ. ഓരോ കാലത്ത് ഈ തർക്കമല്ല ഒന്നുമില്ല. ഇപ്പോൾ തർക്കം ഇന്നലെ മിഞ്ഞാത് പൊട്ടി പൊളിച്ച നമ്മൾ ഒരേ തർക്കം ഉണ്ടാക്കേണ്ട ആവശ്യം? മഹാന്മാർ രചിച്ചു വെച്ച് അതുപോലെ പോയാൽ പോരെ എന്നർത്ഥം. മിൻ വൈരിഹിം, മറ്റുള്ളവരെക്കാൾ ഫത്വന്റെ കാരണം എന്താന്ന് അറിയുന്ന മഹാന്മാരായി ഇവര്. എന്നിട്ട് ഓല് അതിൽ കൂടുതലൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെ അതിന് മാറി കാണുന്നൊരു ഫത്വ ഉണ്ടാക്കേണ്ട ആവശ്യം, കുറെ തർക്കം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ? ബൽ, എങ്കിലും ഹിയ, ഈ കാരണങ്ങളൊക്കെ അന്നഹ, ഈ ഇലലുകൾ വൈറു മുഫീദത്തിൻ ഫി ഇൽമിൽ മദ്ഹബി, മദ്ഹബിനെ പറ്റി അറിയുന്ന വിഷയത്തിൽ ഇതൊരു ഫലം ചെയ്യാത്ത സംഗതിയാണ് ഇലലുകൾ എന്നതോടുകൂടി പറയട്ടെ. ഇത്തരം ഇല്ലത്തുകൾ, ഈ തർക്കങ്ങളുമൊക്കെ അത് ലാറത്തുൻ, പ്രയാസപ്പെടുത്തുന്നതാണ്, മുഫ്സിദത്തുൻ, നഷ്ടപ്പെടുത്തുന്നതാണ്, ഫിഖിന്റെ രുചിയെ, ഫിഖിന് രുചിയുണ്ട്, അത് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് അതേപോലെ പോയാൽ മതി. അതുകൊണ്ട് അതിനെ മറികടന്ന് കുറെ തർക്കം ഉണ്ടാക്കുക. എന്തൊക്കെ സോഷ്യൽ മീഡിയ കേൾക്കണത്? മദ്രസയിൽ 6 വരെ പഠിച്ചത് മസ്റ്റായി, അങ്ങനെയായി, കൊങ്ങനെയായി. ഇപ്പൊ ചത്തമീൻ തിന്നാൻ പാടില്ല, ശവം തിന്നാൻ പാടില്ല, എന്തെല്ലാം തർക്കങ്ങളാ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാത്തൊരു തർക്കങ്ങൾ ദീന നാശാക്കുന്ന പണിയല്ല അതൊക്കെ. അതാണ് മഹാൻ പറഞ്ഞത്, അതൊക്കെ ഒഴിവാക്കിക്കളാ. ഇന്നല്ലതി യശ്ഹദു ലഹു, ഒരുത്തൻ, യശ്ഹദു ലഹു അല്ലെങ്കിൽ ഒന്ന്, യശ്ഹദു ലഹു അതിന് തെളിവായി വരും. എന്ത്? ഹദസുൽ മുഫ്തി, ഒരു മുഫ്തിന്റെ ഹദസ്. എപ്പോ? ഇദാ സ്വഹ ദൗഖുഹു ബിൽ ഫിഖ്ഹി, അദ്ദേഹത്തിന് കർമ്മത്തിൽ നല്ല രുചി ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ആ രുചിയും ബുദ്ധിയൊക്കെ ശരിയായി വരുമ്പോൾ ഒരു മുഫ്തിന്റെ വിവേകം എന്താണോ, അറിവ് എന്താണോ, അത് അതിന് തെളിവായിട്ട് കിട്ടും. പിന്നെ എന്തിനു വേറെ പണിക്ക് നടക്കേണ്ട ആവശ്യം? ലാ യുംകിനു തംശീതുഹു അലാ ശുറൂത്തിൽ ജദൽ ഫി അക്സറിൽ അംർ, അധിക കാര്യങ്ങളിലും തർക്കത്തിന് നിബന്ധന എന്താണോ ആ നിബന്ധനയുടെ മേലില് അയാൾ തംശീത്താകൂല. അങ്ങനെ തംശീത്താവാൻ പറ്റാത്ത, അതായത് അധിക കാര്യങ്ങളും തർക്കമുണ്ടാക്കാൻ നിബന്ധന വെക്കും. ആ നിബന്ധന മേലിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത വിധം നല്ല കാര്യത്തിൽ റെഡിയായിട്ട് അയാൾക്ക് ക്രോഡീകരിക്കാനും അതിന് പറ്റുന്ന ബുദ്ധിയും വിവേകം അല്ലാഹു തആല കൊടുത്തു അയാൾ ചെയ്യുന്നർത്ഥം. പിന്നെ അതിന്റെ അപ്പുറം ഒന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഫമൻ അലിഫ തൊബഹു, ഇനി വല്ലവരുത്തന്റെയും പ്രകൃതി ചേർന്നാൽ, അലിഞ്ഞു ചേർന്നു, ഇണങ്ങിച്ചേർന്നു, റുസൂമൽ ജദൽ, തർക്കത്തിന്റെ ആ അടയാളവുമായി ചേർന്നാൽ, ദിഹിനുഹു, അദ്ദേഹത്തിന്റെ ആ ബുദ്ധിക്ക് ബോധ്യമാകും. എന്തു ബോധ്യമാക്കും? ലി മുഖ്തയാത്തിൽ ജദൽ, തർക്കത്തിനെ കൂട്ടാൻ പറ്റുന്ന കുറെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരും. അങ്ങനെ ഉണ്ടാക്കലിലേക്കാണ് അത് ബോധ്യമായി വരിക. അങ്ങനെ ജബന അല്ലെ ഇത് ആനി ലി ദൗഖിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ ആ രസങ്ങളും രുചികളുമുണ്ട്. അതിനെ ബോധ്യപ്പെടുത്തുന്നതിനെയും അത് ബോധ്യമാവുന്നതിനെ തൊട്ട് ഇയാൾ പിന്തുകയും തർക്കത്തിന്റെ രസങ്ങളിലേക്കായി പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതുണ്ടായി തീരാൻ ബിഹി, ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ജോലിയാവുക. മൻ യസ്തഇലു, അത് ഒരുത്തനാണ്. എങ്ങനത്തെ ഒരുത്തൻ? യസ്തഇലു, അയാൾ ജോലിയാകുന്നു. എന്തിന്? ജനങ്ങളിലും ലോകത്തിലും ഒരു മേജോറിറ്റി ഉണ്ടാവാനും
ഒരു ഉന്നത പദവി ഉണ്ടാവാനും നേതാവിത്വത്തിനൊക്കെ വേണ്ടി നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഇപ്പൊ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മരിച്ചവന്നായിട്ട് കാണാം. ഒക്കെ നേതാക്കന്മാരാ, എല്ലാം നേതാക്കന്മാര്. ഇങ്ങനെ നേതാവിത്വം നേടാൻ വേണ്ടി കുറെ ഇന്ത്യ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുറെ ഉണ്ടാക്കിക്കൊണ്ടിരും. പൂർവികന്മാര് പറഞ്ഞൊന്നും പോരാന്നും പറഞ്ഞിട്ട് അതിനെ ഗണ്ണിക്കും, കുറെ തോന്നിയതൊക്കെ പറഞ്ഞു നടക്കും. അത് ഇത്തരം ആൾക്കാരെ പണി അതാണ്. ബുദ്ധിയുള്ള നല്ല ചിന്തകന്മാരായ അള്ളാഹിനെ പേടിയുള്ള ആളുകൾക്ക് ഇതൊന്നും വേണ്ടല്ലോ. ഇവിടെ പോയത്ത അല്ലലു അയാൾ കാരണം പറയും ബി അന്നഹു യത്തുലുബു ഇലല്ല മദ്ഹബി. ഒരു മദ്ഹബ് ഉണ്ടാക്കുമ്പോൾ ആ മദ്ഹബിന് ഒരുപാട് കാരണങ്ങളൊക്കെ വേണ്ടേ? അതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടാണ് ഈ നടക്കണതെന്നും പറയും ചെയ്യും. ഒരു കാര്യം അദ്ദേഹത്തുണ്ടാവില്ല. ഒക്കത് അങ്കളി അലൈഹിൽ ഉണ്ടു, അദ്ദേഹത്തിന്റെ ആയുസ് അങ്ങനെ കഴിഞ്ഞു പോകും. വലാ തൻസരിബു ഹിമ്മത്തുഹു ഇലാ ഇൽമിൽ മദ്ഹബ്. മദ്ഹബിൽ പറഞ്ഞ ഇൽമെന്താണ്? അതിലേക്ക് അയാളെ മനസ്സ് പോകൂല, തിരിയൂല. അയാളെങ്ങനെ വെറുതെ ആയുസും കളഞ്ഞിങ്ങനെ നടക്കും. അതുകൊണ്ട് ഫക്കും മിൻ ശയാത്തീനിൽ ജിന്നി ഫി അമാൻ. അങ്ങനെ വരികയാണെങ്കിൽ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ഷെയ്ത്താനുണ്ടല്ലോ, ആ ഷെയ്ത്താനെ തൊട്ട് നീ നിർഭയത്വത്തിലായി. വൈത്തരിസ് മിൻ ശയാത്തീൽ ഇൻസ്. മനുഷ്യവർഗത്തിലെ പിശാചിക്കളുണ്ട്, ഓനജി പേടിച്ചളാ. ജിന്ന് വർഗത്തിൽപ്പെട്ട ഷെയ്ത്താനെ വലിയ പേടിയൊന്നുമില്ല. അത് ചില മന്ത്രങ്ങളും പാലനവും ചെയ്ത് ഓൻ പോയിക്കോളും. മനുഷ്യന്മാരെ കൊടുപ്പെട്ട ചെകുത്താന്മാരെയാണ് സൂക്ഷിക്കേണ്ടത്. കാരണം ഇപ്പൊ ഇന്നകും നിശ്ചയമായിട്ടും മനുഷ്യവർഗത്തിലെ ചെകുത്താന്മാർ അറാഘോഷയാത്തീരൽ ജിന്ന്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഭൂതവർഗത്തിൽപ്പെട്ട വിശ്വാസികൾക്ക് സുഖം നൽകിയിട്ടുണ്ട്. വിനത്തായുള്ളതിനാൽ വഴികേടിത്തരത്തിലാക്കുക, വഴി തെറ്റിച്ചു വിടുക എന്ന കാര്യത്തിൽ ജിന്ന് വർഗത്തിൽ ശൈത്താന്മാർക്ക് പണിയില്ല. കാരണം അത്തരം കാര്യം വിഷമിപ്പിക്കലിനെ തൊട്ടൊക്കെ മറ്റൊരു വളരെ വിഷമിച്ചുകൊണ്ടാണ് മനുഷ്യവർഗത്തിലെ പേപ്പിക്കൽ. അപ്പോൾ വേണ്ട, ഇപ്പോലൊക്കെ റെസ്റ്റ് എടുക്കണം. കാരണം ഇഷ്ടം പോലെ ഓല പണിയെടുക്കുന്ന ആൾക്കാർ മനുഷ്യവർഗത്തിൽ ചെകുത്താന്മാരുണ്ടല്ലോ. അതാണ് മനുഷ്യവർഗത്തിൽ ചെകുത്താന്മാരെ പേടിച്ചോ എന്ന് പറഞ്ഞത്. ഇപ്പോ നിങ്ങളുടെ മഹാൻ വിശദീകരിച്ചത് പറയാണ്, ഒബിൽ ജുംല മൊത്തത്തിൽ പറഞ്ഞാലേ പൽ മറുതിയു ഇന്നൽ ഉഖലാൽ. നല്ല ബുദ്ധിയിലോലെ പറ്റി പറയട്ടെ. നല്ല ബുദ്ധി ചിന്തകന്മാരായ ആൾക്കാരടുക്കൽ ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അത് ഒന്നും പറയാനില്ല. അന്തുഖദ്ദിറ നഫ്സക, നീ നിന്റെ ശരീരത്തെ സങ്കല്പിച്ചു വെക്ക്. ഫിൽ ആലമി, ഈ പ്രപഞ്ചത്തിൽ, വഹദക മഅല്ലാഹി, അല്ലാഹു തആലാനോട് കൂടെ നീ ഒറ്റക്കാണ് ഈ പ്രപഞ്ചത്തിൽ എന്നൊരു സങ്കല്പം നീ വെക്കണം. ഒരാരും ഇവിടെ കാണില്ല, നീ അള്ളി മാത്രമേ ഉള്ളൂ. വബൈന യദൈക്കൽ മൗത്ത്, അതുപോലെ നിന്റെ മുന്നിൽ മരണത്തെ സങ്കല്പിച്ച് വെക്കണം. വല്ലർ, അറള് വേണം, ഇസാബ് ഉണ്ട്. അറളെന്ന് പറഞ്ഞാല് അള്ളാഹു തആലാന്റെ മുന്നിൽ നിന്നെ വെളിവാക്കുന്നുണ്ട്, നിർത്തപ്പെടും. അത് സങ്കല്പിച്ചു നോക്കാം. ഒൽ ഇസാബ്, എല്ലാ കാര്യത്തെ കുറിച്ചുള്ള വിചാരണ. ഒൽ ജന്നത്ത വന്നാർ, ഒക്കെ നിന്റെ മുന്നിൽ നരകം സ്വർഗ്ഗം ഇങ്ങനെ സങ്കല്പിച്ചു വെക്ക്. എന്നിട്ട് ഒത്ത അമ്മൽ, നീ ചിന്തിച്ചു വെക്ക. ഒത്ത അമ്മല, നീ ചിന്തിക്കുകയും ചെയ്യുക. എങ്ങനെ? ഫീമ യുഈനുക മിമ്മ ബൈന യദൈക, നിന്റെ മുന്നിൽ കിടക്കുന്ന ഈ വിപത്തുകളെ തൊട്ട് നിന്നെ സഹായിക്കുന്ന കാര്യം ഏതാണ്? സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കാര്യം ഏതാണ്? മരണത്തിന്റെ വെപ്രാതെ രക്ഷപ്പെടാനുള്ള കാര്യം ഏതാണ്? ഹിസാബ്, ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് നിന്നെ സഹായിക്കുന്ന കാര്യം ഏതാണ് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. അത് ഒത്ത അമ്മൽ നട്ടോ, ഒത്ത അമ്മൽ തന്നെയാണ്. ഒത്ത അമ്മല എന്നല്ല, ഒത്ത അമ്മൽ, അമ്രാദറല്ലേ, അത് ചെയ്തോളാ. അല്ലെങ്കിൽ പിന്നെ അന്തുഖദ്ദിറ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ തു അമ്മില എന്ന് വെക്കണേ. അമ്മല അമ്മിലു തു അമ്മിൽ എന്നല്ലേ, അങ്ങനെയാവോ? ത അമ്മല എന്നല്ല, ത അമ്മല ത അമ്മലു ത അമ്മൽ. അപ്പൊ അമ്രാദർ തന്നെ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ അമ്രാദറായിട്ട് വെക്കുക. മാലിയായിട്ട് മുതാരിയായിട്ട് പറ്റൂലേ. സിവാഹു, അള്ള ഒഴിച്ച് എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ നീ ഒഴിവാക്കിക്കളാ. അതാണ് വേണ്ടത്. വസ്സലാം, സലാമിന്റെ അധികാരം മേലിൽ സലാം ഉണ്ടാവട്ടെ. ഇതപ്പോ അതിന് പറയാനുള്ളത്.
ഇത് ചിന്തിച്ചു നോക്കാം. അതാണ് ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ട പണി. വഖദ് റഅ ബഅദു ശുയൂഖി, ചില ഷെയ്ഖന്മാര് കണ്ടു, ബഅദൽ ഉലമായി, ചില പണ്ഡിതരെ ഫിൽ മനാമി, സ്വപ്നത്തിൽ കണ്ടു. ബഅദു ഷെയ്ഖ് ബഅദുൽ ഉലമാനെ കണ്ട്. ഫഖാല ലഹു, അങ്ങനെ ആ ബഅദുൽ ഉലമാവിനോട് ബഅദു ഷെയ്ഖ് ചോദിച്ചു, മാ ഖബറു തിൽക്കൽ ഉലൂമില്ലത്തി കുൻത തുജാദിലു ഫീഹ വ തുനാദിറു അലൈഹ. നിങ്ങള് മരിക്കുന്നതിന് മുമ്പേ ദുനിയാവിൽ നല്ല തർക്കവും വാദപ്രതിവാദമൊക്കെ നടത്തിയെന്ന് പറഞ്ഞ അറിവില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ ആ അറിവിനെ പറ്റുന്ന വിവരം ഒന്ന് പറഞ്ഞെന്നാണ്. ഇപ്പൊ നിങ്ങൾ അല്ലാണ്ട് എത്തിക്കണല്ലോ പറഞ്ഞു. അങ്ങനെ വസത്ത യദഹു വനഫഖ ഫീഹ. അപ്പൊ ഈ പണ്ഡിതൻ തന്റെ കൈ ഇങ്ങനെ പരത്തി, ആ കൈയിലൊറ്റ ഒറ്റ ഊത്ത, കയ്യിലിങ്ങനെ മരത്തി വെച്ചിട്ട് ഒറ്റ ഊതി. എന്നിട്ട് കാല, എന്നിട്ട് ആ പണ്ഡിതൻ പറയാണ്, ത്വാഹത്ത് കുല്ലുഹ ഹബഅ മൻസൂറ. പൊന്നാര സഹോദര, പറയാനില്ല, അതൊക്കെ ഇന്ന് ഇവിടെ വിതറപ്പെട്ട ധൂളികളായി പറന്നു പോയിക്കിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിങ്ങള്, അപ്പൊ ഒരു ആയുമല്ലാതെ നമ്മൾ കുറെ തർക്കിക്കാൻ പഠിച്ചു, കുറെ വ്യാഖ്യാനിക്കാൻ പഠിച്ചു, അതോടൊന്നും കാര്യമല്ല. വമന്തഫഅതു, എനിക്ക് ഉപകാരം കിട്ടിയിട്ടില്ല. ഇല്ലാബി റക്അത്തൈനി, 2 റക്അത്ത് നിസ്കാരമുണ്ട്, അത് നിസ്കരിക്കുന്നത് എനിക്ക് കിട്ടി. ആ 2 റക്അത്ത് അല്ലാതെ. എങ്ങനെ 2 റക്അത്ത്? ഹസനത്ത ലീ ഫീ ജൗഫിൽ ലൈലി, അർദ്ധരാത്രിയിൽ ആ ഒരു 2 റക്അത്ത് നിസ്കാരം എനിക്ക് തനിച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ആത്മാർത്ഥമായി നിസ്കരിച്ചു, അതുണ്ട്. വേറെ ഇൽമൊന്നും ഉപകാരപ്പെട്ടില്ല. ഒബിൽ ഹദീസി, എന്നാ ഞാൻ ഹദീസിൽ നിന്ന് വായിച്ചു നോക്കുക. മാവല്ല കൗമൻ ബഅദ ഹുദൻ കാനു അലൈഹി ഇല്ലാ ഊത്തുൽ ജദലാന. മാവല്ല കൗമുൻ, ഒരു സമുദായം പയച്ചിട്ടില്ല, ബഅദ ഹുദൻ, സന്മാർഗം ലഭിച്ചു, അതിന്റെ ശേഷം ഒരു സമുദായം വഴി തെറ്റിപ്പോയിട്ടില്ല. കാനു അലൈഹി, അവര് എന്തായിരുന്നു? ആ ഉദയുടെ മേലിലായിരുന്നു. ആ ഉദപ്പ പോവുകയാണ്. അതെങ്ങനെ? ഇല്ലാ ഊത്തുൽ ജദല, അവർക്ക് തർക്കം നൽകപ്പെട്ടിട്ടല്ലാതെ. അങ്ങനെയല്ലേ ഇപ്പോ ഒരു മുസ്ലിം, ഒരുപാട് ഒരുപാട് മുസ്ലിം സംഖ്യകൾ വന്നിട്ടുള്ളപ്പോ ഒരുപാട് മുസ്ലിം സംഖ്യകള് പേരില് മുസ്ലിമാണ്, എന്തൊക്കെയല്ലേ പറയണത്? നല്ല നല്ല കാര്യത്തിൽ ജീവിച്ച അവസാനം പേച്ചുപോയി. അത് തർക്കം നൽകിയ പേച്ചു. തർക്കം കൊണ്ട് കാര്യമല്ല. ഇബ്ലീസ് വേഷം തർക്കിച്ചിട്ടല്ല, അല്ലാണ്ട് തർക്കിച്ച് പേച്ചു പോയില്ലേ എന്നാണ്. തുമ്മ ഖറഅ, പിന്നീട് നബിതങ്ങൾ ഓതി, മാ ളറബൂഹു ലക ഇല്ലാ ജദലൻ ബൽഹും ഖൗമുൻ ഖസിമൂൻ എന്നങ്ങോട്ട് ഓതിന. മാ ളറബൂഹു ലക, ഒരു മസല് അവര് നിങ്ങൾക്ക് ആ മസലാക്കിയിട്ടില്ല. ഇല്ലാ ജദലൻ, ബാത്തിൽ കൊണ്ട് തർക്കിക്കുക എന്നല്ലാതെ ഒന്നും ആക്കിയിട്ടില്ല. മാത്രല്ലാഹും അവര് ഖൗമുൻ ഖസിമൂന, ശക്തമായി തർക്കിക്കുന്നവർ മാത്രമേ ഉള്ളൂ, വേറൊന്നും വൽക്കില്ല. ഖുർആൻ വാക്യങ്ങള് ഇത് മനസ്സിലാക്കേണ്ടത് എന്താണ്? അപകടമാണ് തർക്കുന്ന. വഫിൽ ഹദീസി, ഹദീസിൽ കാണാം, ഫീ മാന ഖൗലിഹി തആല, അള്ളാന്റെ വാക്കിന്റെ അർത്ഥത്തിൽ, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സയ്യിഉൻ ആയത്തുണ്ട്, സത്യത്തെ വിട്ട് ചായുന്ന കുറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ വ്യാഖ്യാനിച്ച ഹദീസ് കാണാം, ഹും, ആരാണ് ഈ പറഞ്ഞ ആൾക്കാർ? അഹ്ലുൽ ജദലി, തർക്കത്തിന്റെ ആൾക്കാരാണ്. അല്ലദീന, ഇങ്ങനത്തെ തർക്കക്കാര്, അനാഹുമുള്ള, അവരെ അല്ലാഹു തആല ഉദ്ദേശിച്ച് പറയുന്നു, ബി ഖൗലിഹി തആല, അള്ളാഹിന്റെ വാക്കുകൊണ്ട്, ഫഹദറുഹും, നിങ്ങൾ, അല്ലെങ്കിൽ അള്ളാഹു അവരെ അള്ളാഹു അവരെ വ്യക്തമാക്കി തരുന്നു, അല്ലെങ്കിൽ അവരെ കുറിച്ച് അള്ളാഹു തആലാന്റെ വാക്കുകൊണ്ട് അള്ളാഹു തആല അവരെ അറിയിച്ചു തരുന്നു ഒക്കെ. അനാവെന്ന് കരുതി, അവരെ കരുതി അള്ളാഹിന്റെ വാക്കുകൊണ്ട് എന്നാണ്. അപ്പൊ ആ കരുത്തെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു അല്ല, ആ വാക്കുകൊണ്ട് ഫഹദറുഹും, നിങ്ങൾ അവരെ പേടിച്ചോളീന്നാ പറഞ്ഞത്. ആൾക്കാരെ പേടിക്കണം. വഖാല ബഅദു സലഫ് പറയാണ്, യകൂനു ഫി ആഖിരി സമാൻ, കാലത്തിന്റെ ഒടുവിൽ ഉണ്ടാകും, ഖൗമുൻ, ഒരു കൂട്ടരുണ്ടാകും. അങ്ങനത്തെ കൂട്ടരെന്ന് ചോദിച്ചാൽ യുഗ്ലഖു അലൈഹിം, അവരുടെ മേൽ അടക്കപ്പെടും, ബാബുൽ അമൽ, കർമ്മം ഉണ്ടാവില്ല, കർമ്മത്തിന്റെ എല്ലാ കവാടം ഓല മേൽ അടക്കപ്പെടും. വയുഫ്തഖു ലഹും ബാബുൽ ജദൽ, തർക്കത്തിന്റെ കവാടം തുറക്കപ്പെടും. കർമ്മം ഉണ്ടാവില്ല, വെറും തർക്കം ഉണ്ടാവുള്ളൂ. ഇത് അവസാന കാലത്ത് ഉണ്ടാവും. ഇപ്പൊ ഉണ്ടായില്ലേ
നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വബീബാദിൽ അഖ്ബാർ, ചില ഹദീസുകളിൽ കാണാം നബി തങ്ങൾ പറയുന്നു, എന്ത് പറയുന്നു? ഇന്നക്കും ഫീ സമാൻ, നിശ്ചയമായിട്ടും നിങ്ങളൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനത്തെ കാലം? ഉൽഹിംതും ബിഹി ഫീഹി, ആ കാലത്തിൽ നിങ്ങൾക്ക് തോന്നിപ്പിക്കപ്പെടുന്നുണ്ട് അൽ അമല, അമല ചെയ്യാൻ അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒസയത്തി കൗമോൻ, സ്വഹാബത്തുള്ള കാലമാണ് നബിയെ പറയണത്. ഒരു സമുദായം വരുന്നുണ്ട്, ഉൽഹമൂനൽ ജദല, അവർക്ക് തർക്കമാണ് തോന്നിക്കപ്പെടുക, അവർക്ക് തർക്കം ഇട്ട് കൊടുക്കും എന്നതിനർത്ഥം. അതല്ല ഇപ്പൊ ഒന്നുള്ളത്, ആരെ കർമ്മം ചെയ്യുന്നവര് കുറെ എന്തിനും തർക്കം ഉണ്ടാക്കുക, ഒന്നും ശരിയില്ല, ഒക്കെ തർക്കിച്ചിറക്കുക. അങ്ങനെ ഹദീസിലുണ്ട്. ഇതൊക്കെ ഈ നൂറ്റാണ്ടിൽ നമ്മളെ വർത്തമാന കാലത്തിൽ ഇറങ്ങിയതുപോലെ ഇരിക്കുന്നുണ്ട് ചിന്തിച്ചാല്. അപ്പൊ റസൂലുള്ളാഹിന്റെ നുബുവത്തിന്റെ ആ ഒരു മൊഴിയുടെ സ്ഥാനം ഓഫിൽ ഖബറിൽ മഷ്ഹൂറായ ഒരു ഹദീസ് ഉണ്ട്. അബ്ഗദുൽ ഖൽഖി ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് അള്ളാഹിന്റെ സൃഷ്ടിയിൽ ഏറ്റവും ദേഷ്യമുള്ളവരാരാ? അത് അലദ്ദുൽ ഖസ്ം എന്നാണ്. അലദ്ദുൽ ഖസ്ം അല്ലേ? തർക്കം നല്ലോണം തർക്കിച്ച് നടക്കുന്ന ആൾക്കാർ, എന്തിനും തർക്കിക്കുക, അങ്ങനെയുള്ള ആൾക്കാരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യം എന്നുള്ളത്. അപ്പം ഒരുപാട് ആൾക്കാർ ദേഷ്യമുള്ള നമുക്ക് കാണാൻ കഴിയും. നമ്മളതിൽ പെടാതിരിക്കാൻ നോക്കുക, അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. ഓഫിൽ ഖബരി, ഹദീസിൽ കാണാം, മാ ഊത്തിയ ഖൗമൻ, ഒരു സമുദായത്തിന് നൽകപ്പെട്ടിട്ടില്ല അൽ മന്തിഖ, മന്തിക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന്. മന്തിക്ക് നല്ലോണം സംസാരിക്കാൻ ശേഷി അള്ളാഹ് കൊടുത്തു. ഇല്ലാമുരി അൽ അമല, ഒരു സംസാരവും തർക്കം തന്നെ ഉണ്ടാവുള്ളൂ, അമല് ഉണ്ടാവില്ല, അമല് തടയപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ? ഉള്ള അറിവിനനുസരിച്ച് അമൽ ചെയ്ത് നടന്നാൽ തർക്കിക്കാൻ നേരം ഉണ്ടാവില്ലല്ലോ. അത്ര ആൾക്കാർ ഹക്കിന്റെ മേൽ നിലകൊള്ളും, തർക്കത്തിൽ ഹക്ക് ഉണ്ടാവില്ല. എന്നാ ഹക്ക് തെളിയാൻ വേണ്ടി തർക്കിക്കുക, അത് വേറെ വിഷയം. എന്തായാലും എല്ലാ കാര്യങ്ങളും വിശദമായി നമ്മുടെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ 4 വാല്യങ്ങൾ പറയുന്നുണ്ട്. അത് ഗ്രഹിക്കാനും പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത് പ്രകാരം ഇനി ഞാൻ ക്ലാസ് വിടുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഇതിന്റെ പ്രോത്സാഹനങ്ങളും, ഇതിനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ക്ലാസ് വിടുകയുള്ളൂ ഇൻഷാ അല്ലാഹ്.